ഹായ്. പതിവ് പോലെ യാസീനെ ഇന്ന് കണ്ട ഞാൻ ട്യൂഷൻ കൊണ്ട് വിടുകയാണ്. അവൻ ഇവിടെ നിന്നാണ് സ്കൂളിൽ പോകണം കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ ഇവനെ ട്യൂഷനിൽ കൊണ്ടാക്കുന്നത്. എനിക്ക് ജോലിക്ക് പോകുമ്പോൾ ഇതൊരു സഹായമാണ്. അവൻ ഇവിടെ നിന്ന് വണ്ടി കയറി പോയാൽ മതിയല്ലോ. സ്കൂൾ വിടുമ്പോഴും ഇവിടെ തന്നെ വന്ന് നിൽക്കും കേട്ടോ. ഇവിടെ നിന്ന് വന്നാണ് ഞാൻ ഫുട്ബോളിന് കൊണ്ടുപോകണത് അവനെ. ഇന്നും കൂടെ അവന് എക്സാം ഉള്ളൂ കേട്ടോ. വൈകുന്നേരം നമ്മൾ ഫുട്ബോളിന് പോയതാണ്. അപ്പോൾ പെരും മഴ, നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മൾ പോയില്ല. പിന്നെ മഴയത്ത് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ദാണ്ട് ചായ കുടിക്കാൻ പോയി. ഒരു ചായ കുടിച്ച് നമ്മൾ രണ്ടുപേരും. യാസീന്ന് ചെറുതായിട്ടൊന്ന് വീണ് കേട്ടോ. അവിടെ ചായ കുടിക്കുന്ന കടയുടെ അവിടെ ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ ഓർക്കാതെ ചെളിയിൽ ചവിട്ടി ചെന്ന് വീണ് കാലൊരുത്തിരി പോലെ തൊലി പോയി. ഞാനും ചായയൊക്കെ കുടിച്ചു. തിരിച്ചു പോകുമ്പോൾ ഞാൻ LICക്ക് പൈസ അടയ്ക്കുന്ന മാമൻ്റെ വീട്ടിലൊന്ന് കയറണം. അവിടെയും കയറി പൈസ കൊടുക്കണം, കടയിലും കയറി സാധനം മേടിക്കണം. എന്നിട്ട് ഞാൻ എന്താ വീട്ടിൽ വന്നു. ചോറൊക്കെ വെച്ചു കേട്ടോ. ചോറ്, കപ്പ, മീൻ കറി, മീൻ വറുത്തത്. ഞാൻ വന്നപ്പോൾ ചാള മേടിച്ചിട്ടൊന്നുമല്ല, ചെറിയ ചാള മേടിച്ചിട്ട് വന്ന് അതും കറിയൊക്കെ വെച്ചു. കിഴങ്ങും കറി വെച്ച് മീനും വറുക്കുകയും കൂടെ ചെയ്തിട്ട്. ഇതാണ് നമ്മളത്തെ രാത്രിയത്തെ ഫുഡ് ഇന്നത്തെ. അനിയത്തിയും പിള്ളേരും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവർ 3-4 ദിവസം കൊണ്ട് ഇവിടെ തന്നെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാനായിട്ട്. എൻ്റെ കുഞ്ഞിലേ മുതലേ നമ്മൾ വൈകുന്നേരമാണ് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉമ്മച്ചിയൊക്കെ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.